ഏഷ്യാനെറ്റ് പോലെയുള്ളൊരു വമ്പൻ ചാനലിന് സോഷ്യൽ മീഡിയയിൽ എവിടെയൊക്കെയാണ് പി ആർ വർക്ക് ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് പി ആർ വർക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ പലർക്കും എവിടെയൊക്കെ പി ആർ ഉണ്ടെന്ന്. അങ്ങനെ വലിയ പി ആറുകൾ ഉണ്ടെന്ന് ബോധ്യപ്പെടുന്ന ആർട്ടിസ്റ്റുകളെ ഒന്നുകിൽ പറഞ്ഞയക്കണം. അത് ഞാനാണ് വലിയ പി ആർ ഏർപ്പെടുത്തിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്നെ ഷോയിൽ നിന്ന് പറഞ്ഞു വിടണം. അങ്ങനെ ഒരു ഷോയിൽ 1-2 പേരെ ചെയ്യാൻ പറ്റുമെങ്കിൽ അടുത്ത ഷോകളിൽ എങ്ങനെ വരും? സ്വാഭാവികമായിട്ട് പി ആർ ഉണ്ടാക്കാൻ പോകുന്നവർ പേടിക്കും. ഞാൻ എൻ്റെ സീസണിൽ പറയാം, സീസൺ 2 ഞാൻ എൻ്റെ കോളേജ് അധ്യാപകനായിട്ട് അവിടെ നിന്ന് ലീവ് എടുത്ത് പോകുമ്പോൾ എൻ്റെ അധികാരികളോട് എനിക്ക് പെർമിഷൻ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് സത്യമായിട്ട് കാര്യം പറയണം. അപ്പോൾ എൻ്റെ കോളേജിൽ അതിൻ്റെ അധികാരികളോട് ഞാൻ ഇങ്ങനെ ഈ ഷോയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പെർമിഷൻ എഴുതി കൊടുത്ത് എൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പെർമിഷൻ വാങ്ങിക്കുന്ന സമയത്ത് അങ്ങനെ മാത്രം അവിടെ അറിഞ്ഞുള്ളൂ. വേറെ പബ്ലിക്കായിട്ട് പലരും അറിഞ്ഞിട്ടില്ലായിരുന്നു, മനസ്സിലായോ? പക്ഷേ എന്നിട്ട് പോലും അത് ആരറിഞ്ഞു? ഏഷ്യാനെറ്റ് അറിഞ്ഞ് ഞാൻ ചെന്ന് ഷോയിലോട്ട് കയറാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഷോയിലെ ഒരു അധികാരി എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് വാൺ ചെയ്ത് വരട്ടി. ഞാൻ പേടിച്ചുപോയി. സത്യത്തിൽ ഞാൻ പേടിച്ച് കരഞ്ഞുകൊണ്ടാണ് ആ ഷോയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. കാരണം എന്നെ ഇനി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് എൻ്റെ അധികാരിയോട് പറഞ്ഞ് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടല്ലേ പോകാൻ പറ്റൂ. പക്ഷേ ഇപ്പോഴപ്പോൾ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ തന്നെ യൂട്യൂബിൽ വരുന്നുണ്ട്, ഇന്നയാൾ പോകുന്നു, അവരെന്തൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാനിരുന്ന് ആലോചിക്കാറുണ്ട്, അന്ന് എൻ്റെ ജോലി സ്ഥലത്തുള്ള ആൾക്കാരുടെ പെർമിഷൻ വാങ്ങിച്ച്, മാനേജ്മെൻറ്റ് കോളേജാണ്ട് മാനേജ്മെൻറ്റിൻ്റെ പെർമിഷൻ വാങ്ങിച്ചിട്ട് പോകാൻ എഴുതി കൊടുത്തത് പോലും അവർ കണ്ടെത്തി എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ ഇപ്പോൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെയെന്താ പോലെ ബിഗ് ബോസ് ഷോ അധികാരികൾക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്. പോയ മത്സരാർത്ഥികളെ വരുന്ന സീസണുകളിൽ മത്സരാർത്ഥിയാക്കി കൊണ്ടുവരാം, വൈൽഡ് കാർഡാക്കി കൊണ്ടുവരാം, ഗസ്റ്റുകളായിട്ട് കൊണ്ടുവരാതിരിക്കുക. ആ ഷോയ്ക്ക് അവർക്ക് എല്ലാ ഫ്രീഡം ഉണ്ട് ചെയ്യാനായിട്ട്, മനസ്സിലായില്ല? അപ്പോൾ ചിലപ്പോൾ വിചാരിക്കും കുറച്ച് പി ആറുകളുള്ളത് നല്ലതാണ്, സോഷ്യൽ മീഡിയയിൽ തരംഗങ്ങളും അടിയും ഉണ്ടാവുമല്ലോ. പക്ഷെ അതൊരു ഇൻജസ്റ്റിസാണ്. വമ്പൻ പി ആറുകൾ വരുമ്പോൾ അവരുടെ ആൾക്കാർ അകത്ത് നിന്ന് കാണിക്കുന്ന എല്ലാ കൂത്തിനും ഇവിടെ സപ്പോർട്ട്, അതില്ലാത്തവരെ തെറ്റിദ്ധരിപ്പിച്ച് പുറത്ത് കളയുമ്പോൾ പാവം പിള്ളേർ വളരെ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് പണവും ഫെയിമും ഒക്കെ പ്രതീക്ഷിച്ചാണല്ലോ പലരും പോകുന്നത്. ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല, അപ്പോൾ എനിക്കിതെന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ പിന്നെ എന്തായാലും ചാനൽ ചർച്ചകളിൽ വന്ന് അടിയൊക്കെ കൊണ്ടതുകൊണ്ട് ഇവിടെയും പോയി എന്നെ ആദ്യം വിളിച്ചപ്പോൾ, ഏഷ്യാനെറ്റ് വിളിച്ചപ്പോൾ ഞാൻ നോ എന്നാണ് പറഞ്ഞത്. 2019 നവംബറിൽ എന്നെ ആദ്യം വിളിച്ചു. എനിക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. കാരണം എനിക്കിത് അറിഞ്ഞുകൂടാ. കണ്ടുപിടിച്ചിട്ട് പോകാനായിട്ട് ഒരു സീസണേ ഉള്ളൂ. അതെനിക്ക് മനസ്സിലായിട്ടില്ല, എനിക്കറിയില്ല. വീണ്ടും ഒന്നുകൂടെ വിളിച്ചു. എന്നാൽ പിന്നെ 2 ആഴ്ച നിൽക്കാമെന്ന് പറഞ്ഞ് പോയ ആളാണ്. 2 ആഴ്ചയ്ക്ക് പോയാൽ ഞാനാണ് എനിക്ക് അവിടെ ഒരു പരിധി വരെ നിൽക്കാൻ പറ്റിയത്. 7 സീസണിലെ മികച്ച മത്സരാർത്ഥികളെ വെച്ചുകൊണ്ടൊരു സൂപ്പർ അതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. എല്ലാ ലാംഗ്വേജുകളിലും ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം തമിഴിൽ നടന്നു, ഹിന്ദിയിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. ഒരു 5 സീസൺ 6 സീസൺ ആകുമ്പോൾ തന്നെ എല്ലാത്തിലും വിന്നർമാരെ എടുക്കത്തില്ല. വിന്നർമാർക്ക് പണവും ട്രോഫിയൊക്കെ കിട്ടിപ്പോയില്ല. ബാക്കി ഷോകളിൽ കാണിച്ച നല്ല പെർഫോമൻസ് കാണിച്ച ഒരു 2 പേരെ 3 പേരെ വെച്ച് എടുത്തുകൊണ്ട് 10-20 പേരെ വെച്ചുകൊണ്ട്